തരുൺ പറഞ്ഞത് നിയമവാഴ്ച വേണ്ടേ? മന്ത്രി പി രാജീവും പറഞ്ഞു നിയമപരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നിയമപരമായി പോകേണ്ട പല ഘട്ടങ്ങളും നിയമപരമായി പോയിട്ടില്ല എന്നിടത്താണ് പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ചില ഘട്ടങ്ങളിൽ പോലീസ് നിർവീര്യമാകുന്നു, ചില ഘട്ടങ്ങളിൽ മാറി നിൽക്കുന്നു, ബാക്കിയുള്ളവർക്ക് നിയമം കയ്യിലെടുക്കാൻ അവസരം കൊടുക്കുന്നു, ചില സമയത്ത് ഭയങ്കര ഊർജ്ജസ്വലമായി നിൽക്കുന്നു. ഇല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ജനസദസ്സുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയാം. ഈ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചവർക്കെതിരെ എപ്പോഴാണ് കേസെടുത്തത്? കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ നടപടിയെടുത്തോ? കേസെടുത്തപ്പോഴാണ്, കോടതി പറഞ്ഞപ്പോഴാണ്. പിന്നെ നേരത്തെ ഡോക്ടർ അരുൺ പറയുന്നത് 124 ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടിയവർക്കെതിരെ 124 പ്രകാരം ഗവർണർ പറഞ്ഞിട്ടാണ്, ഗവർണർ ആവശ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് അല്ല അത് വിട്, 124 എടുത്തല്ലോ അല്ലല്ല, ആ വാദമായി അല്ല 124 ഇടണമെന്ന അഭിപ്രായം എനിക്കില്ല. ഞാൻ പറഞ്ഞത് കരിങ്കൊടി സമരവുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് രണ്ടു കൂട്ടർക്കുമെതിരെ രണ്ട് തരത്തിലുള്ള സമീപനം ഒരു സംശയമില്ല. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് ഇല്ല, പോലീസ് സ്റ്റേഷൻ തൃശൂർ ചാലക്കുടിയിൽ SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്ത കേസിൽ പ്രതിയെ CPM ഏരിയ സെക്രട്ടറി എത്തി മോചിപ്പിക്കുന്നുണ്ട്. അത് പോട്ടെ, മോചിപ്പിക്കാൻ എങ്ങനെ പ്രതിഷേധം ഇത് നേരത്തെ CPM പറയുന്ന അതേ വാദം എടുത്ത് പറയല്ലേ? അല്ല, അതൊരു വാദമായിട്ട് പറയണ്ട, അതൊരു വാദമായിട്ട് പറയണ്ട. രാഹുൽ ഇന്ന് രാവിലെ വെളുപ്പിന് പോയി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. ഡോക്ടർ അരുൺ ഇന്ന് രാവിലെ 6:30 പോയി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം 2-3 ദിവസമായി നേതാവാണ്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ കേട്ടോ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ പല തവണയായി പോലീസിന്റെ ഈ തരത്തിലുള്ള രീതികൾ നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യുന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുത്തില്ല നമ്മൾ പറഞ്ഞതാണ്. ഗ്രോവാസിന്റെ വായു പൊത്തിയ പോലീസല്ലേ അല്ലേ? ഇപ്പോൾ രാഹുലിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകാൻ മിണ്ടാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ മറ്റേ ജോലിക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച കേസിൽ വിദ്യയ്ക്ക് വിശദമായി സംസാരിക്കാനുള്ള അവസരം പോലീസുകാർ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കൊപ്പം നിൽക്കണം, ആർക്കൊക്കെ അവസരം നൽകണം, ആർക്കെതിരെ നടപടിയെടുക്കണം എന്നൊക്കെ ഇവിടെ പോലീസിന് അറിയാം. അപ്പൊ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നിയമവാഴ്ചയാണോ അത്? ശരി, ഞാൻ Meet the editors.